Hello, children. Today, let us do the lesson The Ashes That Made Trees Bloom. ഇപ്പോൾ നമ്മൾ കുറേ ഫാരി ടെയിൽസ് ഒക്കെ കേട്ടതല്ലേ. ഫോർ എക്സാമ്പിൾ ദ ഡക്ക് ദാറ്റ് ലേസ് ഗോൾഡൻ എഗ്സ്. അപ്പോൾ എന്താവും, ആ ഡക്കിൻ്റെ ഓണർ വന്ന് ആ ഫുൾ എഗ്ഗ് ഒന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഡക്കിനെ തന്നെ കൊന്ന് അപ്പം ഫുൾ നഷ്ടത്തിലായി പോകും. അപ്പം മോറൽ ഓഫ് ദ സ്റ്റോറി എന്തായിരുന്നു? യു ഷുഡ് നോട്ട് ബി ഗ്രീഡി ഇൻ ലൈഫ്. അതൊക്കെ അപ്പോൾ അങ്ങനെ ഈ ജപ്പാനീസ് കുട്ടികളൊക്കെ പഠിച്ച് വളർന്ന ഒരു ഫാരി ടെയിലാണ് ഈ കഥ. ഈ കഥ വന്ന് പണ്ട് ജപ്പാനിൽ ഭയങ്കര പൈസക്കാരായ ലാൻഡ് ലോഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരെ പറയുക ഡൈമിയോസ്. അപ്പോൾ ആ കാലഘട്ടത്തിലൊരു കഥയാണിത്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ദേ ആർ ഓൾഡ് നൗ ആൻഡ് ദേ ഡോണ്ട് ഹാവ് എനി ചിൽഡ്രൻ. അപ്പോൾ അവർക്ക് കാര്യമായിട്ടൊരു പെറ്റ് മാതിരി ഒരു ഡോഗ് ഉണ്ടായിരുന്നു. ആ ഡോഗ് തന്നെ ഇവർ മോനെ പോലെ സ്നേഹിച്ചും ശുശ്രൂഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ദിസ് സ്റ്റോറി ഈസ് ബേസിക്കലി അബൌട്ട് ഹൗ ദ ഡോഗ് ലൈക്ക് എ മാജിക് ഓർ fairy tale, how he opens up their fortune. But let us read the story and enjoy. In the good old days of the daimyos, there lived an old couple whose only pet was a little dog. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പണ്ട് ഡാമിയോസിൻ്റെ ഒക്കെ കാലത്തിൽ ഒരു ഓൾഡ് കപ്പിൾ ഉണ്ടായിരുന്നു. അവരുടെ ഒരു പെറ്റ് മാത്രമായിരുന്നു അവരുടെ കൂടെ, അവനൊരു ഡോഗായിരുന്നു. ഹാവിങ് നോ ചിൽഡ്രൻ, ദേ ലവ്ഡ് ഇറ്റ് ആസ് ദോ ഇറ്റ് വെയർ എ ബേബി. അപ്പോൾ ഒരു ബേബീൻ്റെ പോലാണ് അവർ ആ ഡോഗിനെ ലവ് ചെയ്തിരുന്നത്. The old dame made it a cushion of blue crepe, and at mealtime Muko, for that was its name, would sit on it as snug as any cat. അപ്പോൾ ആ വയസ്സായ പെണ്ണ് വന്ന്, ദാറ്റ് ഇസ് ദ ഓൾഡ് ഡെയിം റെഫേഴ്സ് ടു ദ ഓൾഡ് വുമൻ, ആൻഡ് ദാറ്റ് ഓൾഡ് വുമൻ മെയ്ഡ് എ നൈസ് കുഷൻ. ആ ബ്ലൂ കളർ ക്രേപ്പിനോട്, ഒരു ക്രേപ്പ് ഇസ് എ കൈൻഡ് ഓഫ് മെറ്റീരിയൽ, ക്ലോത്ത് മെറ്റീരിയൽ, അത് യൂസ് ചെയ്തിട്ട് ഒരു കുഷൻ മാതിരി ഉണ്ടാക്കി. അപ്പോൾ ഈ ഡോഗിൻ്റെ പേരാണ് മൂക്കോ. അപ്പോൾ ഈ ഡോഗ് വന്ന് ആ നല്ല സോഫ്റ്റ് കുഷനിൽ ഒരു ക്യാറ്റ് ഇത്ര കംഫർട്ടബിളായിട്ട് ഇരിക്കും, ലൈക്ക് ജസ്റ്റ് ആസ് എ സ്നഗ് ആസ് എ ക്യാറ്റ്. അങ്ങനെയാണ് ആ ഡോഗ് യൂസ് ടു എൻജോയ് സിറ്റിംഗ് ഓൺ ദാറ്റ് കുഷൻ. The kind people fed the pet with tidbits of fish from their own chopsticks and all the boiled rice it wanted. Thus treated, the dumb creature loved its protectors like a being with a soul. അപ്പം ആ ഡോഗിനെ അത്രയും അവർ നല്ലോണം നോക്കും. അവരുടെ ഫിഷിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ഒക്കെ അവരുടെ ചോപ്സ്റ്റിക്സ്, ലൈക്ക് ഹൗ വി യൂസ് സ്പൂൺസ്, ദേ യൂസ് ചോപ്സ്റ്റിക്സ്. അവർ വന്ന് ആ ഡോഗിന് അവരുടെ ഭക്ഷണം തന്നെ ആ ചോപ്സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് ഫീഡ് ചെയ്യും. അവനക്ക് ആവശ്യമില്ലാത്ര റൈസൊക്കെ അവനക്ക് കോരി കൊടുക്കും. അപ്പോൾ ആ ഡോഗിനെ പറയുന്ന ഡം ക്രീച്ചർ മീൻസ് മിണ്ടാപ്രാണിയാണ്. അപ്പോൾ ആ പ്രാണി വന്ന് അത്രയും അവർ ഇൻ റിട്ടേൺ ദ ആനിമൽ also loved them so much. Okay, or emotion like being with a soul means that's an emotion, a human, like a human child. Okay. The old man, being a rice farmer, went daily with hoe or spade into the fields, working hard from morning until Tentosama, as the sun is called, had gone down behind the hills. അപ്പോൾ അവർ ജാപ്പനീസിൽ, ഇപ്പോൾ നമുക്ക് കുറച്ച് ജാപ്പനീസ് വേർഡ്സും പിക്കപ്പ് ചെയ്യുക. ദ സൺ ഈസ് കോൾഡ് ഓ ടെൻറ്റോ സാമ. ഓക്കെ, അപ്പോൾ ഇത്ര ഒരു സണ്ണ് നമ്മൾ പറഞ്ഞ് തീർക്കുന്നുണ്ട്, ഒരു ഓ ടെൻറ്റോ സാമ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഓ ടെൻറ്റോ സാമ വന്ന് സെറ്റ് ആവണ വരെ, ടിൽ ദ സൺ സെറ്റ്സ്. സോ ഏർലി മോർണിംഗ് ഹി വുഡ് ഗോ വെൻ ദ ഓ ടെൻറ്റോ സാമ റൈസസ്, ആൻഡ് ദെൻ അവൻ എങ്ങനെ ഒരു കൈക്കോട്ടൊക്കെ ആയിട്ടാണ് പോവുക. റൈസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാർമർ ആയിരുന്നു. ഓക്കെ, ഈ ഓൾഡ് മാൻ പിന്നെ നല്ല ഹാർഡ് വർക്കൊക്കെ ചെയ്യും. എപ്പോൾ ഇതുവരെ ഓ ടെൻറ്റോ സാമ സെറ്റ് ആവുന്ന വരെ ഭയങ്കര ഹാർഡ് വർക്കൊക്കെ ചെയ്യും. എവറി ഡേ ദ ഡോഗ് ഫോളോഡ് ഹിം ടു വർക്ക്. അപ്പോൾ എല്ലാ ദിവസവും പോകുമ്പോൾ ഡോഗ് കൊണ്ട് കൂടെ തന്നെ പോകും. Never once harming the white heron that walked in the footsteps of the old man to pick up the worms. ഇപ്പോൾ ഈ ഹെറോൺ എന്താ, ഈ കൊക്കൊക്കെ ഇപ്പോൾ നമ്മൾ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും കൊക്കൊക്കെ ആ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് തന്നെ ഇങ്ങനെ ചുറ്റിപ്പെട്ടി നിൽക്കും. എന്തിനവരിങ്ങനെ മണ്ണൊക്കെ കൊത്തിയിടുമ്പം കുറച്ച് പുഴുക്കളൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ ഈ ഹെറോൺസ് ഓർ ഈഗ്രറ്റ്സ് എന്നും പറയും ഈ ബേർഡ്സിനെ, കൊക്ക്, ഇവർ വന്ന് ആ പുഴുക്കളൊക്കെ തിന്നും. അപ്പോൾ ഈ ഡോഗ് വന്ന് എന്നും ഇയാളെ കൂടെ പോകുന്നുണ്ടല്ലോ ഫീൽഡ്സിന്. അപ്പോൾ ഇവൻ്റെ പ്രത്യേകത എന്താ, ഹെറോൺക്കൊന്നും ഡോഗിന് പേടിയില്ല. ഹി വിൽ നോട്ട് ഹാം ദ ഹെറോൺസ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. For the old fellow was patient and kind to everything that had life, and often turned up a sword on purpose to give food to the birds.
അപ്പോൾ ഈ ഓൾഡ് മാനിനെ പറ്റിയിട്ട് പറയാൻ, അവൻ ഭയങ്കര കൈൻഡ് ആൻഡ് പേഷ്യൻ്റ് ആയിരുന്നു. ഏത് ജീവനുള്ള സാധനത്തിനും അവൻ ഭയങ്കര കൈൻഡ്നെസ്സിനോടാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ സംടൈംസ് എന്താ, ഈ ബേർഡ്സ് ഇങ്ങനെ ബാക്കിൽ വരുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ടേൺഡ് അപ്പ് എ സോഡ്, മീൻസ് കുറച്ച് പുല്ലൊക്കെ വളർന്ന ആ മണ്ണിനെ ഇങ്ങനെ കൊത്തി ഇങ്ങനെ തുറന്ന് വെക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ പുഴുക്കളൊക്കെ ബേർഡ്സിന് തിന്നാൻ വേണ്ടിയിട്ട്. One day the dog came running to him, putting his paws against his legs and motioning with his head to some spot behind. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പം ആ ഡോഗ് വന്ന് ഓൻ്റെ ഡോഗ് കാലുകൊണ്ട് ഇങ്ങനെ തൊട്ട് ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണ്, ബാക്കിൽ, behind him, to some spot behind him. The old man at first thought his pet was only playing and did not mind it. അപ്പോൾ ആദ്യം ആ ഓൾഡ് മാൻ അത്ര കെയർ ചെയ്തില്ല, ആ ഡോഗ് കളിക്കുകയാണെന്ന് വിചാരിച്ച്. ബട്ട് ദ ഡോഗ് കെപ്റ്റ് ഓൺ വൈനിങ് ആൻഡ് റണ്ണിങ് ടു ആൻഡ് ഫ്രോ ഫോർ സം മിനിറ്റ്സ്. പക്ഷെ ആ ഡോഗ് ഒരു ശബ്ദമുണ്ടാക്കി, കരയുന്ന മാതിരി ശബ്ദമുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോയും വന്നു നിന്ന്. അപ്പോൾ ഇവൻക്ക് ഒരു സംശയം. Then the old man followed the dog a few yards to a place where the animal began a lively scratching. അപ്പോൾ ആൾ വന്ന് പണിയൊക്കെ വിട്ട് ആ ഡോഗിൻ്റെ ബാക്കിൽ പോയി ഇത് എന്തോ കാണിക്കാനാണല്ലോ കൊണ്ടുപോണേ. പിന്നെ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഡോഗ് പെട്ടെന്ന് എന്താക്കി, അവൻ്റെ പോസിനോട് ഭൂമിയിലേക്ക് സ്ക്രാച്ച് ചെയ്യാൻ തുടങ്ങി. Thinking it was possibly a buried bone or bit of fish, the old man stuck his hoe in the earth when lo, a pile of gold gleamed before him. അപ്പോൾ ആ ഓൾഡ് മാൻ ഫസ്റ്റ് എന്താ വിചാരിച്ച, ഒരു ബോനോ അല്ലെങ്കിൽ ഒരു ഫിഷിൻ്റെ എന്തെങ്കിലും കഷ്ണമായിരിക്കും, അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഡോഗ് ഇങ്ങനെ മെനക്കെടുന്നത്. അപ്പോൾ അവനക്കത് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ സ്പേഡിനോട് ഒരു കൈക്കോട്ടിനോട് ഒരു ഇങ്ങനെ വെട്ടിയപ്പം അവിടെ കണ്ടത് എന്താണ്, ദർ വാസ് ഗോൾഡ്. ഓക്കെ, അപ്പോൾ ദ ഓൾഡ് മാൻ ഹാഡ് ഫൗണ്ട് ലോട്ട്സ് ഓഫ് ഗോൾഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. Thus in an hour the old couple were made rich. അപ്പോൾ എന്തായി, ആ ഓൾഡ് കപ്പിൾ പെട്ടെന്ന് റിച്ചായി. The good souls bought a piece of land, made a feast for their friends and gave plentiful to their poor neighbors. As for the dog, they petted him till they nearly smothered him with kindness. അപ്പോൾ അവർ ഭയങ്കര നല്ല ആൾക്കാരായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് കിട്ടിയ പൈസനോട് കുറച്ച് ഭൂമി വാങ്ങി, വീടൊക്കെ റെഡിയാക്കി, പിന്നെ നല്ല ഫ്രണ്ട്സിനൊക്കെ ഭക്ഷണവും ഫീസ്റ്റൊക്കെ കൊടുത്ത്, വിരുന്നൊക്കെ വെച്ച്, അവരുടെ പുവറായിട്ട് നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു, അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുത്തു. പിന്നെ ഡോഗ് ആണെങ്കിലോ, ഡോഗിനെ അത്രയും അവർ പുന്നാരിച്ച് ഓനെ നല്ലോണം നോക്കി. Now in the same village there lived a wicked old man and his wife, not a bit sensitive and kind, who had always kicked and scolded all dogs whenever any passed their house. അപ്പോൾ ആ വില്ലേജിൽ തന്നെ ഇനിയൊരു കപ്പിളുണ്ട്, ഒരു ഹസ്ബൻഡ് വൈഫ് ഉണ്ട്. അവർ ഭയങ്കര വിക്കഡായിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര ക്രൂവലാണ്, തീരെ കൈൻഡ്നെസ് ഇല്ലാത്ത ആൾക്കാർ. പിന്നെ ഡോഗ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് അത്രയും ദേഷ്യമാണ്. ഡോഗ്സ് എപ്പോൾ കണ്ടാലും they would always have scolded or kicked the dogs whenever any passed their house. ഏത് ഡോഗെങ്കിലും അവരുടെ വീട്ടിൻ്റെ മുന്നിൽ കൂടി പോവുകയാണെങ്കിൽ ഇവർ അതിന് എന്തെങ്കിലും ഉപദ്രവം കാണിക്കും. Hearing of their neighbors' good luck, they coaxed the dog into their garden and set before him bits of fish and other dainties, hoping he would find treasure for them. അപ്പോൾ ഈ സ്റ്റോറി ഇവർക്ക് ഇങ്ങനെ കുറേ ഗോൾഡൊക്കെ കിട്ടിയ സ്റ്റോറി ഇവർ മനസ്സിലാക്കിയപ്പം എങ്ങനെയൊക്കെ ആ ഡോഗിനെ ഇവർ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് കുറച്ച് ബിറ്റ് ഓഫ് ഫിഷും പിന്നെ എന്തെങ്കിലും നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു. ദേ എക്സ്പെക്റ്റഡ് ദാറ്റ് നൗ ദ ഡോഗ് വിൽ ഫൈൻഡ് എ ട്രെഷർ ഫോർ ദെം. But the dog, being afraid of the cruel pair, would neither eat nor move. പക്ഷേ ഇവരുടെ സ്വഭാവം ആ ഡോഗിന് ആദ്യം അറിയാം. അപ്പോൾ ആ ഡോഗ് ഭയങ്കര ഒരു പേടിയാണ്. പിന്നെ ആ ഡോഗ് ഒന്നും തിന്നിട്ടുമില്ല, അവിടുന്ന് ഇളകിയിട്ടുമില്ല. Then they dragged him out of doors, taking a spade and hoe with them. പിന്നെ അവരെന്താക്കി, ഡോഗ് തിന്നുന്നില്ല, ഒന്നും റെസ്പോൺസ് ഇല്ല. അപ്പോൾ അവരെന്തായി, ഡോഗിനെ വലിച്ച് കൊണ്ടുപോവാണ്. എന്നിട്ട് അവർ അവരുടെ കയ്യിൽ ഒരു സ്പേഡ് ആൻഡ് ഹോ കൈക്കോട്ടൊക്കെ കൊണ്ടുപോവാണ്. No sooner had the dog got near a pine tree growing in the garden than he began to paw and scratch the ground as if a mighty treasure lay beneath. അപ്പോൾ ഓരിങ്ങനെ ഡോഗിനെ വലിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു പൈൻ ട്രീൻ്റെ അടുത്തേക്ക് എത്തിയപ്പം ആ ഡോഗ് എന്താക്കി, അവിടെ സ്ക്രാച്ച് ചെയ്യാൻ തുടങ്ങി. അവിടെ എന്തോ ട്രെഷർ ഇല്ല പോലെ ഇവർക്ക് തോന്നി. "Quick, wife, hand me the spade and hoe," cried the greedy old fool as he danced with joy. അപ്പോൾ ആ ഗ്രീഡി പേഴ്സൺ വിചാരിച്ച് ഇവിടെ ശരിക്കും ഇപ്പോൾ ഗോൾഡാണ് കിട്ടാൻ പോണേ. എന്നിട്ട് അവൻ വേഗം ഭാര്യനോട് പറയാം, എനിക്ക് ആ കൈക്കോട്ടും അതൊക്കെ താ വേഗം. ബിക്കോസ് spade and hoe are both tools which are used for digging the ground. Okay, and also he danced with joy.
Then the covetous old fellow with a spade and the old crone with a hoe began to dig. അപ്പോൾ covetous means a greedy. അപ്പോൾ these words are being used to describe the man and the woman. The man is called as the covetous old fellow and they are calling the woman as the old crone. Okay. അപ്പം they both began to dig the earth. അവിടെ എന്തോ ഉണ്ടെന്ന് വിചാരിച്ച് അവർ അവിടെ കുഴിക്കാൻ തുടങ്ങി. But there was nothing but a dead kitten, the smell of which made them drop their tools and shut their noses. അപ്പോൾ അവരിങ്ങനെ കുഴിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് എന്താ, ഒരു ഡെഡ് കിട്ടനാണ് കിട്ടിയത്. ഒരു ഡെഡ് കിട്ടൻ്റെ ബോഡിയാണ് കിട്ടിയത് അവിടുന്ന്. അത് അത്രയും ബാഡ് സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ കൈക്കോട്ടൊക്കെ ഇട്ട് മുഖത്ത് മൂക്കൊക്കെ മൂടേണ്ടി വന്നു. Furious at the dog, the old man kicked and beat him to death, and the old woman finished the work by nearly chopping off his head with the sharp hoe. They then flung him into the hole and heaped the earth over his carcass. അപ്പോൾ അവർക്ക് ഇത്ര ദേഷ്യം പിടിച്ച് ഈ ഡോഗ് വന്ന് അവരെ കൊണ്ട് ഒരു കിട്ടൻ്റെ ഡെഡ് ബോഡിയാണ് കുഴിച്ചെടുപ്പിച്ചത്. അപ്പോൾ അവർ ദേഷ്യം പിടിച്ചിട്ട് എന്താക്കി, ആ ഡോഗിനെ ഭയങ്കര ബീറ്റൊക്കെ ചെയ്ത് അവൻ്റെ കാര്യം തീർത്ത്. പിന്നെ ആ ലേഡി എന്ത് ചെയ്തു, അവൻ്റെ കഴുത്തന്നെ അറുത്ത് എന്നിട്ട് കൊന്നവനെ. എന്നിട്ട് അവരെന്താക്കി, അവരിപ്പോൾ കുഴിച്ച കുഴിയിൽ തന്നെ ഈ ഡോഗിനെ ഇട്ടിട്ട് മണ്ണൊക്കെ ഇട്ട് മൂടി വെച്ച് അവൻ്റെ ബോഡി. കാർക്കാസ് ഈസ് എ ഡെഡ് ബോഡി. അപ്പോൾ ആ ഡോഗിൻ്റെ ഡെഡ് ബോഡിനൊക്കെ ഒരു മണ്ണുകൊണ്ട് പൊതിഞ്ഞ് വെച്ചു. The owner of the dog heard of the death of his pet and mourning for him as if he had been his own child, went at night under the pine tree. അപ്പോൾ ആ ഡോഗിൻ്റെ ഓണർ തിരഞ്ഞ് ലാസ്റ്റിൽ മനസ്സിലായി ആ ഡോഗ് ഇവർ കൊന്നതാണെന്നൊക്കെ, ഡോഗ് ചത്തെന്നൊക്കെ. അപ്പോൾ അവനക്ക് സങ്കടം സഹിക്കാൻ വയ്യ, അവൻ്റെ സ്വന്തം മോന് ചത്ത പോലാണ് അവനക്ക്. എന്നിട്ട് അവൻ ആ ഡോഗിനെ തിരഞ്ഞ് ആ സങ്കടം കൊണ്ട് ആ പൈൻ ട്രീൻ്റെ അടുത്തേക്ക് പോയി. He set up some bamboo tubes in the ground, such as are used before tombs, in which he put fresh flowers. Then he laid a cup of water and a tray of food on the grave and burned several costly sticks of incense. ഇപ്പോൾ ഇത് ജപ്പനീസ് ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്. അവർ ആരെങ്കിലും ഒരു ഡെഡ് ബോഡീനെ കുഴിച്ചിട്ടാൽ അതിൻ്റെ ചുറ്റും കുറച്ച് ബാംബു ട്യൂബ്സൊക്കെ കുഴിച്ചിടും. ഓക്കെ, പിന്നെ അത് വന്ന് പിന്നെ അതിൽ നല്ല ഫ്ലവേഴ്സൊക്കെ ഇട്ട് പിന്നെ നല്ല ഇൻസെൻസ് മീൻസ് ഈ ചന്ദനത്തിരി. അപ്പോൾ നല്ല കോസ്റ്റ്ലി ചന്ദനത്തിരിയൊക്കെ ഇയാൾ അങ്ങനെ കത്തിച്ച് വെച്ചു. ഇപ്പോൾ ഈ ഡോഗിനെ അടക്കം ചെയ്ത ആ മണ്ണിൻ്റെ അടുത്ത് പൈൻ ട്രീൻ്റെ അടിയിൽ ഇവൻ അതൊക്കെ ചെയ്തു. നല്ല ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ഈ ബാംബു സ്റ്റിക്സൊക്കെ വെച്ച് ഫ്ലവേഴ്സൊക്കെ അതിൽ നിറച്ച് വെച്ചു. He mourned a great while over his pet, calling him many dear names as if he were alive. അപ്പോൾ അവിടെ നിന്ന് അവൻ കരഞ്ഞു. അവൻ്റെ അത്രയും പെട്ട ഡോഗായിരുന്നല്ലോ. അപ്പോൾ അവൻ്റെ പുന്നാര പേരുകളൊക്കെ വിളിച്ച് അവൻ കരഞ്ഞു. That night the spirit of the dog appeared to him in a dream and said, "Cut down the pine tree over my grave and make from it a mortar for your rice pastry and a mill for your bean sauce." അപ്പോൾ അവൻ അങ്ങനെയൊക്കെ സങ്കടമായിട്ട് വന്ന് ഓൾഡ് മാൻ വന്ന് കിടന്നുറങ്ങുമ്പം അയാൾക്ക് സ്വപ്നത്തിൽ ഈ ഡോഗ് തന്നെ വന്നു. എന്നിട്ട് ഈ ഡോഗ് വന്ന് അവനക്ക് എന്താ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഐഡിയ പറയാന്, നീ അവിടെ കണ്ട പൈൻ ട്രീ ഇല്ലേ, ആ പൈൻ ട്രീനെ മുറിച്ചിട്ട് അതിൻ്റെ വുഡ് യൂസ് ചെയ്തിട്ട് ഒരു മോർട്ടാർ ഉണ്ടാക്കാൻ. ഈ മോർട്ടാർ എന്താണ്, നമ്മൾ റൈസൊക്കെ ഇട്ടാൽ പൊടിഞ്ഞ് കിട്ടുമല്ലോ. ഇപ്പോൾ പൊടിച്ച് കിട്ടാനുള്ള സാധനം, അതിനെ പറയാം മോർട്ടാർ. പിന്നെ മില്ലുണ്ടാക്കാൻ നമ്മൾ എണ്ണ ഒക്കെ ആട്ടിയെടുക്കുമല്ലോ. അങ്ങനെ ഇപ്പോൾ ഈ ബീനൊക്കെ സോയാബീൻസിൻ്റെ ഒക്കെ എണ്ണ ആട്ടിയെടുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ മില്ല്. അപ്പോൾ അവൻ എന്താ പറഞ്ഞ്, ഈ പൈൻ ട്രീനെ കട്ട് ചെയ്തിട്ട് ആൻഡ് ഒരു മോർട്ടാർ ഫോർ യുവർ റൈസ് പേസ്ട്രി ആൻഡ് മിൽ ഫോർ യുവർ ബീൻ സോസ്, ആ രണ്ട് കാര്യവും ആ പൈൻ ട്രീനോട് ഉണ്ടാക്കാൻ. So the old man chopped down the tree and cut out of the middle of the trunk a section about 2 feet long. അപ്പോൾ അയാൾ എന്താക്കി, ആ ട്രീനെ ചോപ്പ് ഡൗൺ ചെയ്ത്. അങ്ങനെ സ്വപ്നത്തിൽ കണ്ടതാണ്. അപ്പോൾ എന്തോ സത്യം ഉണ്ടെന്ന്, എന്തോ കാര്യം ഉണ്ടെന്ന് ഇതിൽ മനസ്സിലാക്കിയിട്ട് ആ ഓൾഡ് മാൻ എന്താക്കി, ആ ട്രീനെ ഫുള്ള് ചോപ്പ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഒരു നടുക്കഷ്ണം മുറിച്ച് പിന്നെ അതിൻ്റെ ഒരു 2 feet long സെക്ഷൻ എടുത്ത് വിത്ത് ഗ്രേറ്റ് ലേബർ, പാർട്ട്ലി ബൈ ഫയർ പാർട്ട്ലി ബൈ ദ ചിസൽ, ഹി സ്ക്രേപ്ഡ് ഔട്ട് എ ഹോളോ പ്ലേസ് ആസ് ബിഗ് ആസ് എ സ്മോൾ ബൗൾ. ഇപ്പോൾ ഈ മോർട്ടാർ ഉണ്ടാക്കണമെങ്കിൽ ഒരു കുഴി പോലത്തെ ഒരു സ്ഥലം വേണം. അതിലാണ് നമ്മൾ ഈ അരിയൊക്കെ ഇട്ടിട്ട് പിന്നെ കുത്തുക, എന്നിട്ട് അത് പൊടിയാവുക. അപ്പോൾ ആ കുഴി പോലെ സ്ഥലം ഉണ്ടാക്കാനാണ് അതിൻ്റെ പ്രൊസീജിയറാണ് ഇപ്പോൾ പറയുന്നത്. ആ വുഡിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഹോളോ മാതിരി ഒരു കുഴി പോലെ ഉണ്ടാക്കി.
അതുണ്ടാക്കിയത് ഇങ്ങനെ കുറച്ച് ഫയർ യൂസ് ചെയ്തിട്ടും നല്ല ഷാർപ്പായിട്ടുള്ള ചിസിൽ ഇങ്ങനെ കൊത്താൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളില്ലേ, അതിനെ പറയുക ചിസിൽ, അതൊക്കെ യൂസ് ചെയ്തിട്ട് അവനൊരു ചെറിയ പാത്രം, ഒരു വട്ടപാത്രത്തിൻ്റെ അത്ര അളവിലൊരു കുഴി ഉണ്ടാക്കി. He then made a long-handled hammer of wood such as is used for pounding rice. പിന്നെ ബാക്കി വുഡിനോട് ഹാമർ ഉണ്ടാക്കി, വലിയ ഹാമർ. അപ്പോൾ ഈ കുഴി പോലത്തെ സാധനത്തിൽ അരിയിട്ട് വെക്കും. പിന്നെ ഈ ഹാമറിനോട് അതിനെ ബീറ്റ് ചെയ്യുമ്പം അത് പൊടിഞ്ഞ് കിട്ടും. അതിനെ പറയുന്ന മോട്ടാർ. When New Year's time drew near, he wished to make some rice pastry. Then the rice was all boiled. Granny put it into the mortar. The old man lifted his hammer to pound the mass into dough, and the blows flew heavy and fast till the pastry was all ready for baking. അപ്പോൾ അവനക്ക് പേസ്ട്രി ഉണ്ടാക്കാൻ റൈസ് പേസ്ട്രിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഈ ബോയിൽഡ് റൈസിന് വന്ന് ആ മോട്ടറിൽ വെച്ച് ഇങ്ങനെ അടിച്ച് ഒരു മാവ് പോലെ ആക്കണം. അപ്പോൾ അത് ഈ ഉണ്ടാക്കിയ മോട്ടറിന് നല്ല വേഗം അല്പം പണി കഴിയുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ പൊടിഞ്ഞൊക്കെ ഒരു മാവിൻ്റെ രൂപത്തിലായി റെഡിയായി, ബേക്കിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി. Suddenly the whole mass turned into a heap of gold coins. When the old woman took the hand mill and filling it with beans began to grind, the gold dropped like rain. ഇയാളാണ് റൈസിനെ ബീറ്റ് ചെയ്യുന്ന ഓൾഡ് മാൻ. അപ്പം ആ റൈസിനെ ബീറ്റ് ചെയ്യുമ്പം ഒക്കെ ബീറ്റൊക്കെ റെഡിയായി, പേസ്ട്രി ഉണ്ടാക്കാനും ഡോ റെഡിയായി. അപ്പോൾ സഡൻലി അവൻ എന്താ കാണുന്നത്, അവൻ ഉണ്ടാക്കി വെച്ച ഡോ വന്ന് ഗോൾഡ് കോയിൻസിൻ്റെ ഒരു ഹീപ്പിൻ്റെ മാതിരി അയക്കുന്നു. ആ സ്ഥലത്ത് ആ വുമൻ വന്ന് എന്താ ചെയ്യേണ്ടായിരുന്നു, ആ മില്ലിൽ വന്ന് അവർ ആ മരത്തിനോട് ഉണ്ടാക്കിയ മില്ലിൽ അവൾ വന്ന് ഈ ബീൻസൊക്കെ ഇട്ടിട്ട് ആട്ടായിരുന്നു അതിന്. അപ്പോൾ അവിടുന്ന് ഗോൾഡാണ് ഡ്രോപ്പ് ചെയ്തത്. Meanwhile, the envious neighbor peeped in at the window when the boiled beans were being ground. അപ്പോൾ അവൾ അത് ചെയ്യുന്നത് ഇവർ കണ്ടു. ഈ ക്രൂവലായിട്ടുള്ള കപ്പലിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവർ ഇതിനെ കണ്ടു. "Goody me!" cried the old hag as she saw each dripping of sauce turning into yellow gold, until in a few minutes the tub under the mill was full of a shining mass of gold. അപ്പോൾ അവർ ഇതൊക്കെ ലൈവ് കാണാൻ ഇവരിങ്ങനെ അരയ്ക്കുമ്പം ഓരോ ഡ്രോപ്പ് വിൽക്കുന്നതൊക്കെ ഗോൾഡായിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ ക്രൂവലായിട്ടുള്ള പെണ്ണും അവളുടെ ഭർത്താവും രണ്ടാളും അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണിത്. സോ ദ ഓൾഡ് കപ്പിൾ വർ റിച്ച് അഗൈൻ. ഇപ്പം ഇങ്ങനെ ഇത്രയും ഗോൾഡ് കിട്ടിയിട്ട് ഈ ഓൾഡ് കപ്പിൾ പിന്നെയും റിച്ചായി. ദ നെക്സ്റ്റ് ഡേ ദ സ്റ്റിഞ്ചി ആൻഡ് വിക്കറ്റ് നെയ്ബർ കേം ആൻഡ് ബോറോഡ് ദ മോട്ടാർ ആൻഡ് മാജിക് മിൽ. അപ്പോൾ ഇതൊക്കെ കണ്ടു നിന്ന് അപ്പോൾ ഇവരെന്താക്കി, അടുത്ത ദിവസം ഇവരുടെ അടുത്ത് വന്ന് വെറുതെ കടം ചോദിച്ചു. ആ മോർട്ടാറും ആ മില്ലും ഒന്ന് കടം തരുമോ എന്ന് ചോദിച്ചു. ദേ ഫിൽഡ് വൺ വിത്ത് ബോയിൽഡ് റൈസ് ആൻഡ് ദ അതർ വിത്ത് ബീൻസ്. എന്നിട്ട് അവരെന്താക്കി, ഒന്നിൽ ബോയിൽഡ് റൈസ് ഫിൽ ചെയ്തു, മോട്ടാറിൽ ബോയിൽഡ് റൈസ് ഫിൽ ചെയ്തു, പിന്നെ മില്ലിൽ ബീൻസിനെ ഫിൽ ചെയ്തു. ദെൻ ദ ഓൾഡ് മാൻ ബിഗാൻ ടു പൗണ്ട് ആൻഡ് ദ വുമൻ ടു ഗ്രൈൻഡ്. അപ്പോൾ ഈ ആ മാൻ എന്താക്കി, പൗണ്ട് ചെയ്യാൻ തുടങ്ങി ബോയിൽഡ് റൈസിന്. വുമൻ വന്ന് സോസ് എടുക്കാൻ വേണ്ടിയിട്ട് ആട്ടാൻ തുടങ്ങി ആ മില്ലിൽ. But the first blow and turn, the pastry and sauce turned into a foul mass of worms. ഫസ്റ്റ് ബ്ലോ, ആ മോട്ടറിലേക്ക് കിട്ടിയ ഫസ്റ്റ് ബ്ലോ ആൻഡ് മില്ലിന് കിട്ടിയ ഫസ്റ്റ് ടേൺ, ആ രണ്ടും ചെയ്തതോടെ എന്താക്കി, ആ ഫുൾ പേസ്ട്രി വന്ന് വേംസിൻ്റെ മാറി, ഫുൾ പുഴുക്കലായി മാറി. Still more angry at this, they chopped the mill into pieces to use as firewood. അപ്പോൾ അവർക്ക് ഇനിയും ദേഷ്യം പിടിച്ചു. അപ്പോൾ അവരെന്താക്കി, ഈ മില്ല് ഈ വുഡിനോട് ഉണ്ടാക്കിയതല്ലായിരുന്നോ ഈ മോട്ടറും മില്ലും, അതിനൊക്കെ ചോപ്പ് ചെയ്തിട്ട് ഇനി വിറകായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. Not long after that, the old man dreamed again, and the spirit of the dog spoke to him, telling him how the wicked people had burned the mill made from the pine tree. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ആ ഓൾഡ് മാൻ, നല്ല ഓൾഡ് മാനിന് പിന്നെയും സ്വപ്നത്തിൽ ഈ ഡോഗ് എന്ന് വന്ന്, എന്നിട്ട് ഡോഗ് സ്വപ്നത്തിൽ പറയാൻ എങ്ങനെയാണ് ഈ ക്രൂരമായ ആൾക്കാർ ആ മില്ലിനെയും ആ മോട്ടറിനെയും ഒക്കെ കത്തിച്ച് വിറകാക്കി യൂസ് ചെയ്ത് കത്തിച്ചെന്ന്. Take the ashes of the mill, sprinkle them on the withered trees, and they will bloom again, said the dog spirit. അപ്പോൾ ആ ഡോഗ് സ്പിരിറ്റ് പിന്നെയും ഇവർക്കൊന്ന് അഡ്വൈസ് ചെയ്യാൻ എന്താ പറയുന്നത്, ഇപ്പോൾ ഇവർ കത്തിച്ചിട്ടില്ല ആഷസ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്തോളി. ആ പൈൻ ട്രീനോട് മില്ലുണ്ടാക്കിയില്ല, മില്ല് കത്തിച്ച അതിൻ്റെ ആഷസ് ഉണ്ടല്ലേ, അതിനൊക്കെ കളക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഉണങ്ങിയ ട്രീ, വിതേർഡ് ട്രീ മീൻസ് സം ഡ്രൈയിങ്, ഓൾമോസ്റ്റ് അബൌട്ട് ടു ഡൈ, അങ്ങനത്തെ ട്രീയിൽ പോയി ഇതൊക്കെ ആ ആഷസ് ഒന്ന് നിങ്ങൾ സ്പ്രിങ്കിൾ ചെയ്താൽ എന്താവും, ദാറ്റ് വിൽ അഗെയിൻ ബ്ലൂം ഇൻ ടു ലൈഫ് അഗെയിൻ, മീൻസ് അതിൽ ഫുള്ള് നല്ല നല്ല പച്ച പച്ച ഇലകളൊക്കെ വന്ന് പൂക്കളൊക്കെ വന്ന് പിന്നെയും ആ ജീവൻ വെക്കും ഒരു ട്രീ.
The old man awoke and went at once to his wicked neighbor's house, where he found the miserable old pair sitting at the edge of their square fireplace, in the middle of the floor, smoking and spinning. From time to time, they warmed their hands and feet with the blaze. അപ്പം അവരെന്താക്കി നെക്സ്റ്റ് ഡേ ആ ഓൾഡ് മാൻ അവിടേക്ക് പോയി, ആ വിക്കറ്റ് മാനും വുമൻ്റെ വീട്ടിലേക്ക് അവിടേക്ക് പോയി. അവിടെ പോയി നോക്കുമ്പോൾ അവർ അത്രയും ഒരു മിസറബിൾ മീൻസ് അത്രയും ഒരു കഷ്ടപ്പാടിലാണ്. അറ്റ് ദ എഡ്ജ് ഓഫ് ദ സ്ക്വയർ ഫയർ പ്ലേസ്, അവരുടെ ഫയർ പ്ലേസ് വന്ന് സ്ക്വയറാണ്, അതിൻ്റെ എഡ്ജിൽ ഇരിക്കുകയാണ് അവർ ഫ്ലോറിൻ്റെ നടുക്കിൽ. ആൻഡ് സ്മോക്കിംഗ് ആൻഡ് സ്പിന്നിങ്. ഫ്രം ടൈം ടു ടൈം ദേ വോം ദെയർ ഹാൻഡ്സ്. അപ്പോൾ അവർ ആ ഫയറിൻ്റെ ചൂടുകൊണ്ട് കൈയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കുകയാണ്. ബ്ലേസ് ഫ്രം സം ബിറ്റ്സ് ഓഫ് ദ മിൽ വൈൽ ബിഹൈൻഡ് ദം ലേ എ പൈൽ ഓഫ് ദ ബ്രോക്കൺ പീസസ്. അപ്പോൾ അവർ ഇരിക്കുന്നതിൻ്റെ ബാക്കിൽ വന്ന് ആ ബ്രോക്കൺ പീസസ്, മില്ലൊക്കെ പൊട്ടിച്ചില്ല, അതിൻ്റെ ബ്രോക്കൺ പീസസൊക്കെ അവരുടെ ബാക്കിൽ ഉണ്ടായിരുന്നു. The good old man humbly asked for the ashes. Though the covetous couple turned up their noses at him and scolded him as if he were a thief, they let him fill his basket with the ashes. അപ്പോൾ ആ കപ്പിൾ വന്ന് അത്രയും ഒരു ഇതിലാണ്, ലോസിൽ അവിടെ ഇരിക്കുകയാണ്, അത്ര മെനക്കെട്ട് അതൊക്കെ കൊണ്ടുവന്ന്. പക്ഷെ അവർക്ക് അവർ ഉദ്ദേശിച്ചതൊന്നും കിട്ടിയിട്ടുമില്ല. എന്നിട്ട് ഇയാൾ വന്ന് ആ ആഷസ് ചോദിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് അവർ ചീത്തൊക്കെ പറഞ്ഞ് ഇവൻ ഒരു കള്ളനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്, പക്ഷെ ലാസ്റ്റിൽ ആഷസ് കൊണ്ടുപോകാൻ സമ്മതിച്ചു. On coming home, the old man took his wife into the garden. It being winter, their favorite cherry tree was bare. അപ്പോൾ ആ ഓൾഡ് മാൻ വന്ന് അവൻ്റെ വൈഫിനെ വിളിച്ച് ഗാർഡനിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ വിൻ്ററൊക്കെ ആയപ്പോൾ അവരുടെ ചെറി ട്രീ വന്ന് ഫുള്ള് ബെയറായിരുന്നു. മീൻസ് അതിൻ്റെ ലീഫൊക്കെ കുഴഞ്ഞ് ഫ്രൂട്ട്സ് ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ഉണങ്ങിയ അവസ്ഥയായിരുന്നു. ഹി സ്പ്രിങ്കിൾഡ് എ പിഞ്ച് ഓഫ് ആഷസ് ഓൺ ഇറ്റ് ആൻഡ് ലോ ഇറ്റ് സ്പ്രൗട്ടഡ് ബ്ലോസംസ് until it became a cloud of pink blooms which perfumed the air. The news of this filled the village and everyone ran out to see the wonder. അപ്പോൾ അവൻ ആ ആഷസ് ഇട്ടപ്പോൾ തന്നെ എന്തായി, ആ ട്രീസൊക്കെ ബ്ലൂം ആയി. So this is the title of the story that is coming here, ashes that made the trees bloom. അപ്പോൾ ഈ ആഷസിനെ കൊണ്ട് ട്രീസൊക്കെ നല്ല ബ്ലൂം ചെയ്ത് ഫുൾ ചെറീസൊക്കെ വന്ന് നല്ല സ്മെല്ല്, എല്ലായിടത്തും ആ സ്മെല്ലൊക്കെ പടർന്ന്. അപ്പോൾ ആൾക്കാരൊക്കെ അതിനെപ്പറ്റി അറിഞ്ഞ്, ആ ന്യൂസിനൊക്കെ അറിഞ്ഞ് അവിടെ ആ അതിശയം കാണാൻ വേണ്ടി ഓടി വന്ന്. The covetous couple also heard the story and gathering up the remaining ashes of the mill kept them to make withered trees bloom. അപ്പോൾ ഇതൊക്കെ കേട്ട് ആ ചീത്ത ഹസ്ബൻഡ് ആൻഡ് വൈഫിനും ഒരു ഐഡിയ, അവരെന്താക്കി, ഇനി ബാക്കി ആഷസ് അവരുടെ അടുത്തുണ്ടല്ലോ, പിന്നെ ബാക്കി വുഡുണ്ട്, വേണമെങ്കിൽ അതും കത്തിച്ച് ആഷസ് ആക്കുക. അപ്പോൾ അതൊക്കെ ഓരോരോ പാത്താക്കി വെച്ച്. The kind old man, hearing that his lord the daimyo was to pass along the high road near the village, set out to see him, taking his basket of ashes. അപ്പോൾ ആ ഓൾഡ് മാൻ എന്താ അറിഞ്ഞ ആ വഴി കൂടി ഡൈമിയോ പോകുന്നുണ്ട്. ഡൈമിയോ ആരാണ്? ആ റിച്ച് ലാൻഡ് ലോർഡ്, അവർക്കൊരു രാജാവിൻ്റെ പോലൊക്കെ. അപ്പോൾ ഈ ഓൾഡ് മാൻ എന്താക്കി, ആഷസും കൊണ്ട് ഡൈമിയോ വരുന്ന ആ വഴിയിലേക്ക് പോയി. As the train approached, he climbed up into an old withered cherry tree that stood by the wayside. അപ്പോൾ ആ ഓൾഡ് മാൻ എന്താക്കി, ഒരു ഉണങ്ങിപ്പോയൊരു ചെറി ട്രീ ഉണ്ടായിരുന്നു ആ വഴീൻ്റെ സൈഡിൽ. അപ്പോൾ വേഗം ആ ചെറി ട്രീൻ്റെ മേലേക്ക് കയറി അവിടെ നിന്നു ആ ഓൾഡ് മാൻ. ആ വഴി കൂടിയാണ് ഈ ഡൈമിയോസ് ഇങ്ങനെ പോകുന്നുണ്ടാവും, ആ ഒരു വഴി കൂടി. അപ്പോൾ ഈ വയസ്സൻ എന്താക്കി, വേഗം ആ വഴീൻ്റെ സൈഡിലുള്ള ഒരു ഉണങ്ങിപ്പോയൊരു ചെറി ട്രീൻ്റെ മേലെ കയറി. Now in the days of the daimyos, it was the custom when their lord passed by for all the loyal people to shut up their high windows. അപ്പോൾ അവിടുത്തെ ഒരു രീതി എന്തായിരുന്നു, ഈ ഡാമിയോ ഒക്കെ ഏത് വഴി കൂടി പോവുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരൊക്കെ വിൻഡോസൊക്കെ ഷട്ടപ്പ് ചെയ്യണം, ആരും ആ ഡാമിയോനെ കാണാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി വിൻഡോസൊക്കെ ഷട്ട് ചെയ്യണം. ദേ ഈവൻ pasted them fast with a slip of paper so as not to commit the impertinence of looking down on his lordship. അപ്പം ലുക്കിംഗ് ഡൗൺ മീൻസ് മേലേന്ന് താഴേക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഹൈ വിൻഡോസാണ് ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, മേലേന്ന് താഴെ അങ്ങനെ യു ഷുഡ് നോട്ട് ലുക്ക് ഡൗൺ അപ്പോൺ എ ഡൈമിയോ, അതായിരുന്നു അവിടുത്തെ ലോ. അപ്പോൾ ആൾക്കാർ എന്താക്കൂ, അവരുടെ വിൻഡോസ് വന്ന് ഡൈമിയോ അവിടുന്ന് പാസ്സാവുന്നുണ്ടെന്ന് അറിയാണെങ്കിൽ അവരുടെ ഹൈ വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തിട്ട് അതിൽ പേപ്പറൊക്കെ ഒട്ടിച്ച് വെക്കും, അതിൻ്റെ ഓട്ടക്കൂടി കണ്ടു പോവരുത് എന്ന്, ആ തെറ്റ് ചെയ്തു പോവരുത് എന്ന് വിചാരിച്ചിട്ട്.
ഇംപെർട്ടിനൻസിൻ്റെ അർത്ഥം ലാക്ക് ഓഫ് റെസ്പെക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ലാക്ക് ഓഫ് റെസ്പെക്റ്റോ അത് കാണിച്ച് പോകരുത് എന്ന് വിചാരിച്ചിട്ട് അവരെന്താക്കും, വിൻഡോസൊക്കെ പേപ്പറിനോട് ഒട്ടിച്ചേക്കും, ഒരു ഓട്ടക്കൂടിയൊന്നും കണ്ടു പോകരുത് അതിനും വേണ്ടിയിട്ട്. അപ്പോൾ all the people along the road would fall upon their hands and knees and remain prostrate until the procession passed by. അപ്പോൾ ഇതൊക്കെ വീട്ടിലുള്ള വലിയ വലിയ വിൻഡോസിനെ പൂട്ടിയ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആൾക്കാരൊന്നും കാണാൻ പറ്റില്ല. അതേപോലെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ, ആ വഴിയിൽ പെട്ട ആൾക്കാരൊക്കെ എന്താക്കണം, ഈ ഡാമിയോ പോകുന്നുണ്ടെങ്കിൽ അവരെന്താക്കണം, പോസ്ട്രേറ്റ് ചെയ്യണം. പ്രോസ്ട്രേറ്റ് മീൻസ് അവരുടെ തല വന്ന് താഴെ ഭൂമിയിലേക്ക് ടച്ച് ചെയ്യണം, നമ്മൾ സുജൂദൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താവും, അവർക്ക് ഡാമിയോനെ കാണാൻ പറ്റില്ല. ആ പ്രൊസഷൻ പോകുന്ന വരെ ഡാമിയോനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. The train drew near. One tall, competent man marched ahead, crying out to the people by the way, "Get down on your knees, get down on your knees." And everyone kneeled down while the procession was passing. അപ്പോൾ അവിടെ മുന്നിൽ തന്നെ ഒരു ഹെൽത്തി ആയിട്ടൊരു ടോളുള്ള ആൾ മുന്നിൽ തന്നെ നടക്കുന്നുണ്ട്. അവനെല്ലാവരും വോൺ ചെയ്യാനും, ഡാമിയോ പാസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ all of you get down to your knees means you have to prostrate so that you don't see the daimyo passing by. Suddenly the leader of the van caught sight of the aged man up the tree. He was about to call out to him in an angry tone, but seeing he was such an old fellow, he pretended not to notice him and passed him by. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഡാമിയോണ്ട് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആൾ വന്ന് കണ്ട് മേലെ, നമ്മൾ ഓൾഡ് മാൻ വന്ന് മേലെ മരത്തിൻ്റെ മേലെ കയറി നിന്നില്ലല്ലോ ആ ചെറി ട്രീൻ്റെ മേലെ. അപ്പോൾ ആ ഡാമിയോൻ്റെ ഒരാൾ, കാര്യപ്പെട്ട ഒരാൾ മേലെ കണ്ടു അവനെ, വേറെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ അയാൾ അവനെ കോൾ ഔട്ട് ചെയ്യാൻ പോയപ്പോൾ അയാൾ വിചാരിച്ച്, ഓ ഇവന് ഇത്ര വയസ്സനാണ്, ഇനി അവനെ വിളിപ്പിച്ച് ഇറക്കി ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് അവൻ നോട്ടീസ് ചെയ്യാത്ത മാതിരി മുന്നോട്ട് നടന്നു പോയി അയാൾ, ആ ഡാമിയോൻ്റെ ആൾ. So when the daimyo's palanquin drew near, the old man, taking a pinch of ashes from his basket, scattered it over the tree. In a moment it burst into blossom. അപ്പോൾ ആ ട്രീൻ്റെ അടിയിൽ കൂടി ഡാമിയോൻ്റെ പാലൻക്വൈൻ മീൻസ് ആ ഡാമിയോനെ ഇരുത്തിയിട്ട് ഇവർ കൊണ്ട് നടന്ന് പോകുന്ന ആ ഇതിനെ പറയുക പാലൻക്വൈൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡാമിയോ ഇരിക്കുകയാണ്. അപ്പോൾ ആ ട്രീൻ്റെ അടിയിലേക്ക് ആ പാലൻക്വൈൻ എത്തിയപ്പം ഈ വയസ്സൻ എന്താക്കി, വേഗം ഒരു പിഞ്ച് ഓഫ് ആഷസ് ആ ട്രീയിലേക്ക് ഇട്ട്. അപ്പോൾ പെട്ടെന്ന് എന്തായി, ദ ട്രീ ബ്ലോസംഡ്. The delighted daimyo ordered the train to be stopped and got out to see the wonder. അപ്പോൾ അത് ഇങ്ങനെ ട്രീ പെട്ടെന്ന് ബ്ലോസം ആയപ്പം ഈ ഡാമിയോ ഭയങ്കര ഡിലൈറ്റ് ആയിപ്പോയി. എന്നിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി നോക്കി ഇതെന്താ സംഭവിക്കുന്നത്. Calling to the old man to him, he thanked him and ordered presents of silk robe, sponge cake, fans and other rewards to be given him. He even invited him to his castle. അപ്പോൾ ആ ഓൾഡ് മാനിനെ കണ്ടിട്ട് ഇയാൾ ഭയങ്കര അത്ഭുതമാണ്, ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ്. എന്നിട്ട് ഓൾഡ് മാനിനെ ഇറക്കി അവനെ വിളിച്ച്, എന്നിട്ട് ഓൾഡ് മാൻക്ക് കുറേ ഗിഫ്റ്റ്സൊക്കെ കൊടുത്ത് ഇത്ര നല്ല സർപ്രൈസ് ഒരുക്കിയതിന് കുറേ സിൽക്കിൻ്റെ ഡ്രസ്സസും പിന്നെ സ്പോഞ്ച് കേക്ക്സും പിന്നെ ഫാൻസും പിന്നെ കുറേ ജാപ്പനീസ് ഫാൻസിനെ പറ്റിയിട്ട് ഭയങ്കര പെർട്ടിക്കുലറാണ്. അവർ എപ്പോഴും ഒരു ഹാൻഡ് ഫാൻ ക്യാരി ചെയ്യും. അതൊക്കെ അവരുടെ സ്റ്റേറ്റസ് സിമ്പിളിനനുസരിച്ചായിരിക്കും അവരുടെ ഓരോ ക്വാളിറ്റി ഓഫ് ഫാൻസ് ദേ ആർ യൂസിങ്. സോ ദിസ് ഡാമിയോ ഓൾസോ പ്രസൻറ്റഡ് നൈസ് ഫാൻസ് ടു അവർ ഓൾഡ് മാൻ. പിന്നെ വേറെ നല്ല നല്ല റിവാർഡ്സ് ഒക്കെ കൊടുത്തു. ആൻഡ് ഹി ഈവൻ ഇൻവൈറ്റഡ് ഹിം ടു ഹിസ് കാസലിലേക്ക് ഇൻവൈറ്റും ചെയ്തു. So the old man went gleefully home to share his joy with his dear old wife. അപ്പോൾ ഓൾഡ് മാൻ അവിടെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ വീട്ടിൽ പോയി അവൻ്റെ ഓൾഡ് വൈഫിന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. But when the greedy neighbor heard of it, he took some of the magic ashes and went out on the highway. അപ്പോൾ ഇതൊക്കെ കാര്യം കേട്ടു ഈ ഗ്രീഡി നെയ്ബർ. ഇനി അങ്ങനെയെങ്കിലും എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻ എന്താക്കി, ആ ആഷസും കൊണ്ട് ഹൈവേയിലേക്ക് പോയി. Then he waited until a daimyo's train came along and instead of kneeling down like the crowd, he climbed a withered cherry tree. അപ്പോൾ അവൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു, ഡാമിയോൻ്റെ ട്രെയിൻ വരാൻ വരെ വെയിറ്റ് ചെയ്തു. അത് കണ്ടപ്പോൾ എന്താക്കി, വേഗം ഒരു ഉണങ്ങിയ വിതേർഡ് ചെറി ട്രീൻ്റെ മേലെ അവൻ കയറി. When the daimyo himself was almost directly under him, he threw a handful of ashes over the tree, which did not change a particle. അപ്പോൾ അവൻ എന്താക്കി, ഡാമിയോ താഴെ വന്നപ്പം ആ ഹാൻഡ്ഫുൾ, ഒരു കൈ നിറയെ
ആഷസ് എടുത്തിട്ട് വിതറി. അപ്പോൾ അത് വന്ന് ഒന്നും ചേഞ്ച് ഒന്നും നടന്നില്ല അങ്ങനെ ചെയ്തതുകൊണ്ട്. ദ വിൻഡ് ബ്ലൂ ദ ഫൈൻ ഡസ്റ്റ് ഇൻ ദ നോസസ് ആൻഡ് ഐസ് ഓഫ് ദ ഡൈമിയോ ആൻഡ് ഹിസ് വൈഫ്. അപ്പോൾ ആ ആഷസ് വന്നൊരു ഫൈൻ പൊടിയല്ല. അപ്പോൾ അവിടെ ഉള്ള കാറ്റത്ത് ആ ഫൈൻ പൊടിയൊക്കെ ഡൈമിയോൻ്റെ കണ്ണിലും മൂക്കിലും വൈഫിൻ്റെ കണ്ണിലും മൂക്കിലും ഒക്കെ പോയി. Such sneezing and choking, it spoiled all the pomp and dignity of the procession. അപ്പോൾ തന്നെ എല്ലാവരും സ്നീസ് ചെയ്യാനും പൊടി കുത്തേറിയിട്ട് ശ്വാസം കിട്ടാതാവലും അങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പോൾ ആ പ്രൊസഷൻ, ആ ഡൈമിയോ പോകുന്നത് ശരിക്കും അത്രയും ഒരു പ്രൗഡ് പ്രൊസഷനാണ്. അപ്പോൾ അത്രയും അതിൻ്റെ ഒരു ഷോ ഒക്കെ കളഞ്ഞ് അത്രയും നശിപ്പിച്ച് ആ ഡൈമിയോൻ്റെ പോക്ക് തന്നെ നശിപ്പിച്ച്. The man whose business it was to cry, "Get down on your knees," seized the old fool by the collar, dragged him from the tree and tumbled him and his ash basket into the ditch by the road. അപ്പോൾ ഈ മുന്നിൽ നടക്കൂലേ വിളിച്ചുകൊണ്ട് എല്ലാവരും പ്രോസ്ട്രേറ്റ് ചെയ്യ്, ഗെറ്റ് ഡൗൺ ടു യുവർ നീസ് അങ്ങനെ വിളിച്ചു പോകുന്ന ഒരു ആചാനുഭാവം മുന്നിൽ നടക്കൂലോ. അവൻ വന്ന് ഇവനെ കണ്ടു, ഈ വിക്കറ്റ് മാനെ കണ്ടിട്ട് അവനെ പിടിച്ച് വലിച്ച് താഴെ കൊണ്ടുവന്ന് അവൻ്റെ ആഷസിനും അവനെയും ഒക്കെ റോഡ് സൈഡിലൊരു കുഴിയിലേക്ക് ഇട്ടു. Then beating him soundly, he left him for dead. അപ്പോൾ അവൻ അവിടെ അടിച്ച് അവനെ കൊന്നു. Thus the wicked old man died in the mud, but the kind friend of the dog dwelt in peace and plenty, and both he and his wife lived to a green old age. അപ്പോൾ എന്താ ഇതിൽ കഥൻ്റെ അവസാനം എന്തായി, ആ വിക്കഡ് ഓൾഡ് മാനും മരിച്ചു. എന്നിട്ട് ഈ നല്ല മാനും അവൻ്റെ വൈഫും കുറേ കാലം ടിൽ ദെയർ ഓൾഡ് ഏജ്. ഗ്രീൻ ഓൾഡ് ഏജ് മീൻസ് അത്രയും ഒരു ഹെൽത്തിയും ആക്റ്റീവും ആയിട്ടുള്ള ഒരു ഓൾഡ് ഏജ് ആയിരുന്നു, ഒരു പ്രോസ്പെറസ് ഓൾഡ് ഏജ് ആയിരുന്നു. അവർ ഈ ഡോഗിനെ അത്രയും സ്നേഹിച്ചതിൻ്റെ ഇൻ റിട്ടേൺ ഡോഗിൻ്റെ വഴി വന്ന ഒരു ബ്ലെസ്സിങ് ആയിരുന്നു ഇത്. അപ്പോൾ with this we finish the story. It's a Japanese folk tale. It is told by William Elliot Griffiths. അപ്പോൾ ഈ മോറൽ ഓഫ് ദ സ്റ്റോറി എന്താണ്, ഇത് പല പ്രാവശ്യം അവർ പിന്നെയും റിച്ചായി ഇനിയും റിച്ചായും കൊണ്ടേ നിന്നു. അപ്പോൾ ദിസ് വാസ് ബിക്കോസ് ദേ ഷോ കൈൻഡ്നെസ് ടു എ ഡോഗ് ആൻഡ് ഓൾ. അപ്പോൾ ഇത് ശരിക്കും ഒരു മോറൽ എന്താണ് കിട്ടുന്നത് വെച്ചാൽ യു ബി കൈൻഡ് ടു others and you will be blessed in life. Okay children, I hope you all enjoyed. See you with the next chapter. Bye.